ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ പറമ്പിൽ അരിക്കുമ്പള ഇവിടെ നിൽക്കുകയാണേ. ഇന്നലെ രാത്രി ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും കുമ്പള വരുന്നത്. എന്തായാലും അരിക്കുമ്പളാണോ അല്ലോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിന്ന് അമ്മയെ കൈയോടെ പിടിച്ചോണ്ട് വന്നു. അരിക്കുമ്പള കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മ പിന്നെ ഒന്നും നോക്കിയില്ല, കൈക്കിട്ട് ഒരു വട്ടത്താമര ഇല എടുത്ത് കുമ്പളെല്ലാം പറിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മയും അനിയത്തിയും പറയുന്നുണ്ടായിരുന്നേ, അവളുടെ ഒരു വീഡിയോ എടുപ്പ് കാരണം, യൂട്യൂബ് ചാനൽ കാരണം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതായല്ലോ ദൈവമേന്ന്. അവർക്കറിയില്ലല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വ്യൂസും റേറ്റിംഗും ഒക്കെ കൂട്ടാൻ പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടാൻ പെടുന്ന പാട്. അതുകൊണ്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇത്തവണ വളരെ കുറച്ച് കുമ്പള കിട്ടിയുള്ളൂ. സാധാരണ അരി വിതറിയതുപോലെ ഒരുപാട് കിട്ടുന്നതാണ്. ചെറിയൊരു മഴയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടായിരിക്കും വളരെ കുറച്ച് അരിക്കുമ്പള കിട്ടിയത്. പക്ഷെ ഇത് പറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇതിൽ ചെറിയ പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നോക്കി വേണം നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടി. പുഴുക്കൾ വന്നത് കേടായ കുമ്പളാണ്, അതെടുക്കരുത്. പിന്നെ ഇതുപോലെ തന്നെയുള്ള വിഷക്കുമ്പളുണ്ട്, അത് എനിക്ക് തിരിച്ചറിയാൻ കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വന്നത് അരിക്കുമ്പളാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ നാട്ടിൽ ഇതിന് അരിക്കുമ്പളം തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്തായാലും കിട്ടിയ അരിക്കുമ്പളെല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ വിരിഞ്ഞ കുമ്പളും മൊട്ടായിട്ടുള്ള കുമ്പളും എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ കല്ലും മണ്ണും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം നമുക്ക്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. കണ്ടില്ല, അതിന്റെ താഴ്ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ കല്ലും മണ്ണും ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ എല്ലാ മണ്ണും കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഞാൻ ഒരു 2-3 തവണ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കുമ്പള്. ഇനി ഇത് വെച്ച് ഞാനൊരു വിഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ എടുത്തു വെച്ച കുമ്പള്, ഒരു സവാള, 2 പച്ചമുളക്, ഇത് ഇത്രയും മതി നമുക്ക് വിഴുക്കുണ്ടാക്കാൻ. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പള്, സവാള, മുളക്, ഇത് ഇത്രയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പൊ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുമ്പള് വിഴുക്ക് റെഡി ആയി കിട്ടും. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഇത് തിന്നാനുള്ള ആക്രാന്തം കാരണം ഞാനിത് റെഡിയായി വന്ന വീഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സോ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ എല്ലാവരും അരിക്കുമ്പള കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ബൈ.